ഹലോ കൂട്ടുകാരെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 6 വരുന്ന റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മ്യൂട്ടേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്ടിവിറ്റി, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് വരെയുള്ള കാര്യങ്ങൾ. N/P റേഷ്യോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മ്യൂട്ടേഷൻ ഉണ്ട്, ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട്, ഫ്യൂഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗിഗർ-നട്ടൽ റൂൾ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ HSI ഫിസിക്കൽ സയൻസിൻ്റെ ഒരു സീരീസിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസിൽ നിന്നുള്ള അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. റിക്വസ്റ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ് ആൻഡ് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കുക, ആകെ കൂടി ഇനിയൊരു 28 ഡേയ്സേ ഉള്ളൂ. ബാക്കി നമ്മുടെ മുമ്പിൽ കട്ടയ്ക്ക് തന്നെ പഠിക്കുക. യാതൊരു കാരണവശാലും ഉഴപ്പാൻ പാടില്ല. കോൺസെൻട്രേറ്റ് ഓൺ HSI ഫിസിക്കൽ സയൻസ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൂ ഡിസ്കവേർഡ് റേഡിയോ ആക്ടിവിറ്റി? റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ മേരി ക്യൂറി, ഓപ്ഷൻ ബി റൂതർഫോർഡ്, ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ, ഓപ്ഷൻ ഡി JJ തോംസൺ. എളുപ്പമായിരിക്കും അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഹെൻറി ബെക്കറൽ. പക്ഷേ അഡീഷണൽ നോട്ടും കൂടി നോക്കിക്കോ. ഹെൻറി ബെക്കറൽ ഡിസ്കവേർഡ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഇൻ 1896. 1896 നമ്മുടെ ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത്. വെൻ ഈ ഫൗണ്ട് ദാറ്റ് യുറേനിയം സോൾസിലാണ് നടന്നത്. എമിറ്റഡ് റേസ് ദാറ്റ് കുഡ് ഫോഗ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിനെ മറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് റേസ് യുറേനിയം സോൾസ് എമിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് 1896 ഹെൻറി ബെക്കറൽ നമ്മുടെ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആദ്യമായിട്ട് കണ്ടെത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 2: വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് നാച്ചുറലി റേഡിയോ ആക്റ്റീവ്? നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ യുറേനിയം, ഓപ്ഷൻ ബി പ്ലൂട്ടോണിയം, ഓപ്ഷൻ സി അയോഡിൻ, ഓപ്ഷൻ ഡി കൊബാൾട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹെൻറി ബെക്കറൽ 1896 യുറേനിയം സോൾട്ടിൽ നിന്ന് ഈ പറയുന്ന ഒരു ഫോഗ് പോലുള്ളൊരു ഒരു പദാർത്ഥം, റൈറ്റ്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിൽ ഇങ്ങനെ വന്ന് പതിക്കാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് യുറേനിയമാണ്. ഓക്കെ, അപ്പോൾ യുറേനിയം ഈസ് നാച്ചുറലി ഒക്യൂറിംഗ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അപ്പോൾ എർത്ത് ക്രസ്റ്റിലുള്ള നാച്ചുറലി ഒക്യൂറിംഗ് ആയിട്ടുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ് യുറേനിയം എന്ന് പറയുന്നത്. ദ അതർ ഓപ്ഷൻസ് ആർ എയ്തർ ആർട്ടിഫിഷ്യൽ ഐസോട്ടോപ്സ് ഓർ സ്റ്റേബിൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഐസോട്ടോപ്സ് ആണ് പിന്നെ ബാക്കിയുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ യുറേനിയമാണ് നാച്ചുറലി ഒക്യൂറിംഗ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്. മൂന്നാമത്തെ ചോദ്യം: ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ. ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ബെക്കറൽ, ഓപ്ഷൻ ബി ഫെർമി, ഓപ്ഷൻ സി ക്യൂറി ആൻഡ് ജോലിയറ്റ്, ഓപ്ഷൻ ഡി റൂതർഫോർഡ്. അപ്പോൾ ക്യൂറി ആൻഡ് ജോലിയറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത്. ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നാച്ചുറലി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ എലമെൻറ്റ് കൊണ്ട് ബൊംബാർഡ് ചെയ്ത് റേഡിയോ ആക്ടിവിറ്റിക്ക് വിധേയമാക്കുകയാണ്. ഓക്കെ, അത് എക്സ്പ്ലനേഷൻ നോക്കിയാൽ ഐറീൻ ക്യൂറി ആൻഡ് ഫ്രെഡറിക് ജോലിയറ്റ് ഡിസ്കവേർഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഇൻ 1934. നോട്ട് ഡൗൺ ചെയ്യണേ, 1934 ഐറീൻ ക്യൂറിയും ഫ്രെഡറിക് ജോലിയറ്റും ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത് ബൈ ബൊംബാർഡിങ് സ്റ്റേബിൾ എലമെൻറ്റ്സ് ടു ഫോം റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. അപ്പോൾ സ്റ്റേബിൾ എലമെൻറ്റ് വെച്ചിട്ട് മറ്റൊരു എലമെൻറ്റിനെ ബൊംബാർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഐസോട്ടോപ്പ് മീൻസ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. അപ്പോൾ ഓപ്ഷൻ 4 നോക്കാം, അല്ല ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ് ഇതിനകത്ത്? ഓപ്ഷൻ എ യുറേനിയം 238, ഓപ്ഷൻ ബി കാർബൺ 12, ഓപ്ഷൻ സി കൊബാൾട്ട് 60 ആൻഡ് ഓപ്ഷൻ ഡി റേഡിയം. അപ്പോൾ ഇവിടെ കൊബാൾട്ട് 60 അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. കൊബാൾട്ട് 60 ഈസ് പ്രൊഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യലി ഇൻ റിയാക്ടേഴ്സ് ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ക്യാൻസർ റേഡിയോ തെറാപ്പി. അപ്പോൾ ക്യാൻസർ റേഡിയോ തെറാപ്പിയിൽ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് നമുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ക്യാൻസർ റേഡിയോ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. വീണ്ടും നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ഹീലിയം ന്യൂക്ലിയൈ, ഓപ്ഷൻ ബി പ്രോട്ടോൺസ്, ഓപ്ഷൻ സി ന്യൂട്രോൺസ്, ഓപ്ഷൻ ഡി ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2He4 ആണ്. 2He4. അപ്പോൾ ഇവിടെ ഹീലിയം ന്യൂക്ലിയൈ ആണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 പ്രോട്ടോൺസ്, 2 പ്രോട്ടോൺസ് ഉണ്ട്, ആൻഡ് 2 ന്യൂട്രോൺസ്. ദെയർഫോർ ദി മാസ് നമ്പർ ഈസ് 4, ഐഡന്റിക്കൽ ടു ദി ന്യൂക്ലിയസ് ഓഫ് എ ഹീലിയം ആറ്റം. അപ്പോൾ ഹീലിയം ആറ്റത്തിനോട് ഐഡന്റിക്കൽ ആണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ 2He4 എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6: വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ? അതായത് ഈ പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയുമ്പം
വേഗത തന്നെ ഒരു വസ്തുവിലൂടെ കടന്നു പോകാനുള്ള കഴിവ്, അതാണ് പെനിട്രേറ്റിംഗ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആൽഫ, ഓപ്ഷൻ ബി ബീറ്റ, ഓപ്ഷൻ സി ഗാമ, ഓപ്ഷൻ ഡി ന്യൂട്രോൺ. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ എന്നാണ്. അപ്പോൾ നമുക്ക് പെനിട്രേറ്റിംഗ് പവറിന് ഇവിടെ ആൽഫയുടെ കേസിൽ 2He4 ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി കുറച്ച് മാസ് ഉള്ള ഒരു ന്യൂക്ലിയയാണ്. പക്ഷേ ബീറ്റ പാർട്ടിക്കിൾ ആൻഡ് ഗാമ പാർട്ടിക്കിൾ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ഹീലിയം ന്യൂക്ലിയസിനാണ്, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളാണ്. അത് കഴിഞ്ഞാൽ ബീറ്റ, അത് കഴിഞ്ഞാൽ ഗാമ. അപ്പോൾ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ഗാമയ്ക്കും ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ആൽഫയ്ക്കുമാണ്. എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ആൽഫ പാർട്ടിക്കിൾസ് ഹാവ് ദി ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ ആൻഡ് ക്യാൻ ബി സ്റ്റോപ്ഡ് ബൈ എ ഷീറ്റ് ഓഫ് പേപ്പർ ഓൺ സ്കിൻ. അപ്പോൾ നമുക്ക് ഈ ആൽഫ പാർട്ടിക്കിൾസ് നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലിപ്പുറമേ തൊലി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറത്തില്ല ആൽഫ പാർട്ടിക്കിൾ. പക്ഷേ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ കാണിച്ചാലും ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറത്തില്ല. അതേസമയം ഗാമ പാർട്ടിക്കിൾ, നമ്മുടെ എക്സ്ട്രാ റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആൽഫ പാർട്ടിക്കിൾസിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. Okay, question number 7. The SI unit of radioactivity is option A Roentgen, option B Curie, option C Becquerel, option D Rutherford. Correct answer is Becquerel ആണ്. Becquerel BQ is the SI unit of radioactivity defined as 1 disintegration per second. ഒരു സെക്കൻഡിൽ ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നു എന്നാണ് 1 Becquerelൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. Question number 8. The radioactive element used in smoke detectors. Smoke detectors യൂസ് ചെയ്യുന്ന റേഡിയോആക്റ്റീവ് എലമെൻറ്റ് ഏതാണ്? അമേരിക്കം 241 ആണ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് സ്മോക്ക് ഡിറ്റക്ടേഴ്സിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. ഓപ്ഷൻ കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60 എന്താണ്? ക്യാൻസർ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നു. യുറേനിയം നാച്ചുറലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. റേഡിയം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഓൾസോ റേഡിയോ ആക്റ്റീവ് ആണ്. പക്ഷേ നമുക്കിവിടെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉള്ളതെന്ന് പറയുന്നത് അമേരിക്കം 241 ആണ്. ഈസ് യൂസ്ഡ് ഇൻ അയോണൈസേഷൻ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഡ്യൂ ടു ഇറ്റ്സ് ആൽഫ റേഡിയേഷൻ. അപ്പോൾ ആൽഫ റേഡിയേഷൻ കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അമേരിക്കം 241 ആണ് സ്മോക്ക് ഡിറ്റക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. 9ാമത്തെ ചോദ്യം. വിച്ച് റേഡിയേഷൻ ഈസ് ഡിഫ്ലക്റ്റഡ് മോസ്റ്റ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്ന റേഡിയേഷൻ ഏതാണ്? ഓപ്ഷൻ എ ആൽഫ, ഓപ്ഷൻ ബി ബീറ്റ, ഓപ്ഷൻ സി ഗാമ, ഓപ്ഷൻ ഡി ന്യൂട്രോൺ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബീറ്റ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ബീറ്റേനെയാണ്. കാരണം ബീറ്റ പാർട്ടിക്കിൾസ് ആർ ചാർജ്ഡ് ആൻഡ് ലൈറ്റർ ദാൻ ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിളിനെക്കാട്ടിലും മാസ് കുറവാണ് ബീറ്റ പാർട്ടിക്കിൾ. പിന്നെ അതുമാത്രമല്ല ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇലക്ട്രോൺസ് ആണ്. ദേ ആർ ചാർജ്ഡ് ആണ്. ഹെൻസ് ഡിഫ്ലക്റ്റഡ് മോർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ആ ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ട് തന്നെ അയാളായിരിക്കും മോർ ഡിഫ്ലക്ഷൻ വിധേയമാവുക. ഓക്കെ. 10ാമത്തെ ചോദ്യം. റേഡിയേഷൻസ് എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏത് ടൈപ്പുള്ള റേഡിയേഷൻസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി മെക്കാനിക്കൽ റേഡിയേഷൻ, ഓപ്ഷൻ സി കോപ്പസ്ക്യുലർ റേഡിയേഷൻ, ഓപ്ഷൻ ഡി ബോത്ത് കോപ്പസ്ക്യുലർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. കോപ്പസ്ക്യുലർ റേഡിയേഷനും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിരിക്കും ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുന്നത്. അതായത് എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇൻക്ലൂഡ് കോർപ്പസ്ക്യുലർ മീൻസ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് വരുന്നതാണ് ഗാമ റേഡിയേഷൻ. അപ്പോൾ ബോത്ത് കോർപ്പസ്ക്യുലർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഏത് റേഡിയോ ആക്റ്റീവ് എമിഷൻസ് എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. N/P റേഷ്യോ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമൈൻ. N/P റേഷ്യോ എന്തിനാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ കളർ, ഓപ്ഷൻ ബി ബോയിലിംഗ് പോയിന്റ്, ഓപ്ഷൻ സി സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്, ഓപ്ഷൻ ഡി അറ്റോമിക് മാസ്. അപ്പോൾ നമുക്ക് N/P റേഷ്യോ ശരിക്കും കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്തുമാത്രം സ്റ്റേബിൾ ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ N/P ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ദ ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ N/P റേഷ്യോ ഹെൽപ്സ് ഡിറ്റർമൈൻ വെദർ എ ന്യൂക്ലിയസ് ഈസ് സ്റ്റേബിൾ ഓർ റേഡിയോ ആക്റ്റീവ്. ഒരു സ്റ്റേബിൾ ആണോ അതോ റേഡിയോ ആക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ N/P റേഷ്യോ കണ്ടുപിടുന്നത്. N എന്ന് പറയുന്നത് ന്യൂട്രോൺ, P എന്ന് പറയുന്നത് പ്രോട്ടോൺ. അപ്പോൾ ഒരു ആറ്റത്തിനകത്ത് ന്യൂട്രോൺ ഡിവൈഡഡ് ബൈ പ്രോട്ടോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 12. സ്റ്റേബിൾ ന്യൂക്ലിയ ഓഫ് ലൈറ്റർ എലമെന്റ്സ് ഹാവ് N/P റേഷ്യോ ക്ലോസ് ടു. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1.5, ഓപ്ഷൻ ഡി 0.5. അപ്പോൾ സ്റ്റേബിൾ ന്യൂക്ലിയ ആണെങ്കിൽ അതിൻ്റെ N/P റേഷ്യോ എന്ന് പറയുന്നത് ക്ലോസ് ടു 1. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫോർ ലൈറ്റർ എലമെന്റ്സ് സ്റ്റെബിലിറ്റി ഈസ് ടിപ്പിക്കലി അച്ചീവ്ഡ് വെൻ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ നിയർലി ഈക്വൽ. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഏകദേശം ഒരേപോലെ ആവുകയാണെങ്കിലാണ് ലൈറ്റർ എലമെന്റ്സിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്.
ഓക്കെ, ക്ലിയർ അല്ലേ? 13ാമത്തെ ചോദ്യം, ആസ് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ദ സ്റ്റേബിൾ N/P റേഷ്യോ. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പം N/P റേഷ്യോ കൂടുകയാണോ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ N/P റേഷ്യോ എന്ന് പറയുന്നത് കൂടുമോ കുറയുമോ? ഓപ്ഷൻ എ ഡിക്രീസസ്, ഓപ്ഷൻ ബി ഇൻക്രീസസ്, ഓപ്ഷൻ സി ബിക്കംസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ഡി ബിക്കംസ് സീറോ. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ദ സ്റ്റേബിൾ N/P റേഷ്യോവും കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസസ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഹെവിയർ ന്യൂക്ലിയർ റിക്വയർ മോർ ന്യൂട്രോൺസ് ദാൻ പ്രോട്ടോൺസ് ഫോർ സ്റ്റെബിലിറ്റി, ഹെൻസ് ദി N/P റേഷ്യോ ഇൻക്രീസസ്. അപ്പോൾ N/P റേഷ്യോ കൂടും എപ്പോഴാണ്? ഹെവിയർ ന്യൂക്ലിയസിന് N/P റേഷ്യോ കൂടും എപ്പോഴാണ്? സ്റ്റെബിലിറ്റി ഓഫ് ദി ഹെവിയർ ന്യൂക്ലിയസ് വരുമ്പോൾ. ഹെവിയർ ന്യൂക്ലിയർ റിക്വയർ മോർ ന്യൂട്രോൺസ്. അപ്പോൾ നമുക്കറിയാം N/P, ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ്, അതുകൊണ്ട് N/P റേഷ്യോ എന്ന് പറയുന്നത് കൂടും. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14, എ ന്യൂക്ലിയസ് ബിക്കംസ് അൺസ്റ്റേബിൾ ഇഫ് atomic number Z equal to number of neutrons, or N is much greater than Z, N is slightly greater than Z, Z is even. അപ്പോൾ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്? അറ്റോമിക് നമ്പറും ന്യൂട്രോണിൻ്റെ നമ്പറും ഈക്വൽ ആവുമ്പോഴാണോ, അതോ ന്യൂട്രോണിൻ്റെ നമ്പർ അറ്റോമിക് നമ്പറിനെക്കാട്ടിലും കൂടുതലാവുമ്പോഴാണോ, അതോ ന്യൂട്രോണിൻ്റെ നമ്പർ ചെറുതായിട്ട് കൂടുതലാണ് കമ്പയർഡ് ടു അറ്റോമിക് നമ്പർ, ഓർ അറ്റോമിക് നമ്പർ ഈവൻ ആവുമ്പോഴാണോ എന്നാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. N is much greater than Z. അറ്റോമിക് നമ്പറിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ N വാല്യൂ എങ്കിൽ ന്യൂക്ലിയസ് ബിക്കംസ് അൺസ്റ്റേബിൾ. ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ടു മെനി ന്യൂട്രോൺസ് കമ്പയർഡ് ടു പ്രോട്ടോൺസ് മേക്ക് ദ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആൻഡ് പ്രോൺ ടു ബീറ്റ ഡിക്കേ. അപ്പോൾ കൂടുതൽ ന്യൂട്രോൺസ് ഉണ്ടെങ്കിൽ അത് എന്തിന് വിധേയമാവും? ബീറ്റ ഡിക്കേക്ക് വിധേയമാവും, വിച്ച് മീൻസ് ദാറ്റ് ന്യൂക്ലിയസ് ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക ആണെങ്കിൽ അയാൾ അൺസ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അടുത്തത് 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഓപ്ഷൻ എ അറ്റോമിക് നമ്പർ, ഓപ്ഷൻ ബി N/P റേഷ്യോ, ഓപ്ഷൻ സി ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി മാസ് നമ്പർ. അപ്പോൾ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിനെ അഫക്റ്റ് ചെയ്യാത്തത് ഇതിനകത്ത് ഏതാണ്? ടെമ്പറേച്ചറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇന്റേണൽ ന്യൂക്ലിയർ ഫോഴ്സസ് ആൻഡ് N/P റേഷ്യോ, നോട്ട് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ. അപ്പോൾ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിക്ക് ന്യൂക്ലിയസിനകത്തുള്ള ആൾക്കാരാണ് കാരണം, അല്ലാതെ പുറമേയുള്ള ആൾക്കാർ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ അതിനൊരു ഫാക്ടർ അല്ല. ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ. ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ, ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ, ഓപ്ഷൻ സി സ്ട്രോങ് ഷോർട്ട് റേഞ്ച്, ഓപ്ഷൻ ഡി വീക്ക് ലോങ് റേഞ്ച്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണല്ലേ. സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് സി. അതുപോലെ തന്നെ ദാറ്റ് ഇസ് ഷോർട്ട് റേഞ്ച്ഡ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച്ഡ് ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ റേഞ്ച് നമ്മൾ ഒരു അടുത്ത ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് വെരി സ്ട്രോങ് ബട്ട് ആക്ട്സ് ഓവർ എ വെരി ഷോർട്ട് റേഞ്ച് ഫ്യൂ ഫെംറ്റോമീറ്റേഴ്സ്. അപ്പോൾ ഫെംറ്റോമീറ്റേഴ്സിലായിരിക്കും. ആ ഫെംറ്റോമീറ്റർ എന്താണെന്ന് ഇപ്പോൾ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 17, ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട്സ് ബിറ്റ്വീൻ. ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്തിന് ഇൻ ബിറ്റ്വീൻ ആണ്? ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ഓപ്ഷൻ ബി ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ സി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷനിൽ ഇൻ ബിറ്റ്വീൻ ആണ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം N/P റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂട്രോണിനും പ്രോട്ടോണിനും ഇടയിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഏതായിരിക്കും? പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് ഹോൾസ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസിനകത്തുള്ള ആളാരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണ്. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ടുഗദറായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന്. അവർ രണ്ടുപേരും ന്യൂക്ലിയസിനകത്തായിരിക്കും കാണപ്പെടുന്നത്. ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ന്യൂക്ലിയർ ഫോഴ്സ്. ക്ലിയർ അല്ലേ? 18ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി ഈ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഓൺലി, ഓപ്ഷൻ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ്, ഓപ്ഷൻ സി ഇൻഫിനൈറ്റ് റേഞ്ച്, ഓപ്ഷൻ ഡി ആക്ട്സ് ഓൺ ഇലക്ട്രോൺ. ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് നോക്കിക്കേ. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സെയിം ബിറ്റ്വീൻ പ്രോട്ടോൺ പ്രോട്ടോൺ, ന്യൂട്രോൺ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ന്യൂട്രോൺ പെയർസ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ചാർജസ്. 19ാമത്തെ ചോദ്യം, ദ സ്ട്രോങ്ങസ്റ്റ് നോൺ ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലുള്ള സ്ട്രോങ്ങസ്റ്റ് നോൺ ഫോഴ്സ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ, ഓപ്ഷൻ ബി ഇലക്ട്രോമാഗ്നറ്റിക്, ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഉറപ്പായിട്ടും നമ്മൾ
നമ്മുടെ എക്സാം ഹോളിൽ ചെന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർ ദ ഫസ്റ്റ് ടൈം കേൾക്കുവാണെങ്കിൽ ദ സ്ട്രോങ്ങസ്റ്റ് നോൺ ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഉറപ്പായിട്ടും നമ്മൾ കൺഫ്യൂഷൻ അടിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ? അല്ല. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ദ സ്ട്രോങ്ങസ്റ്റ് നോൺ ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ന്യൂക്ലിയർ ഫോഴ്സ്. ദ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ് ബട്ട് ഈസ് ഷോർട്ട് റേഞ്ച്ഡ്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്, അത് ഷോർട്ട് റേഞ്ച്ഡ് ആണ്. ആ റേഞ്ച് എന്താണ്? നമ്മൾ നേരത്തെ മുതൽ പറയുന്ന ആ ഒരു റേഞ്ച് എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ എഫക്റ്റീവ് ഓൺലി അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫെംറ്റോമീറ്റർ. എന്താണ് ഫെംറ്റോമീറ്റർ? ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ് ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത്. ബട്ട് ന്യൂക്ലിയർ ഫോഴ്സസ് ആർ എഫക്റ്റീവ് ഓൺലി അപ് ടു എ distance of option A 1 meter, option B 1 nanometer, option C 1 angstrom, option D 1 femtometer. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ 1 femtometer ആണ്. ഇനി അത് മറ്റൊരു രീതിയിലാണ് നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ എഫക്റ്റീവ് ഓൺലി വിത്തിൻ 1 femtometer or 10⁻⁻15 meter typical of nuclear dimension. അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴും ഒരു ഫെംറ്റോമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഐ നോ ഐ എം ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണെന്ന് എനിക്ക് തന്നെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുമക്കളെ അവിടെയുണ്ട് നമ്മുടെ ഫാസ്റ്റിൻ്റെ പേസ് കൂട്ടാനായിട്ടുള്ള ഇതുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ടോ, സ്പീഡൊന്ന് കുറച്ചിട്ടോ, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഇത് കുറച്ചുകൂടെ സ്പീഡിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കൂട്ടിയിട്ടോ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്കിത് മാക്സിമം ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷൻസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ വി ആർ മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 21. 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ 21st ക്വസ്റ്റ്യൻ ഇതാണ്. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഈസ് ദ ടൈം ഇൻ വിച്ച്. അപ്പോൾ ഹാഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓൾ ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ്, എല്ലാ ആറ്റമും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയം. ഓപ്ഷൻ ബി ഹാഫ് ദി ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ്, പകുതി ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം. ഓപ്ഷൻ സി മാസ് ബിക്കം സീറോ, മാസ് മൊത്തം സീറോ ആവാൻ വേണ്ടിയിട്ടുള്ള സമയം. ഓപ്ഷൻ ഡി ആക്ടിവിറ്റി ബിക്കം സീറോ, ആക്ടിവിറ്റി സീറോ ആവാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ്, പകുതി ആറ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ദ ഹാഫ് ലൈഫ് ഇസ് ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ ഹാഫ് ഓഫ് ദി റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഇൻ എ സിമ്പിൾ സാമ്പിൾ ടു ഡീകേ. അപ്പോൾ ഒരു സാമ്പിളിലുള്ള ആറ്റത്തിൻ്റെ പകുതി ആവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഈ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. വിച്ച് ലോ ഡിസ്ക്രൈബ്സ് റേഡിയോ ആക്റ്റീവ് ഡീകേ? റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോ ഏതാണ്? ഓപ്ഷൻ എ ഓംസ് ലോ, ഓപ്ഷൻ ബി ന്യൂട്ടൺസ് ലോ, ഓപ്ഷൻ സി എക്സ്പോണൻഷ്യൽ ലോ, ഓപ്ഷൻ ഡി ഫാരഡേസ് ലോ. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ലോ ആണ് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫാരഡേസ് ലോ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ന്യൂട്ടൺസ് ലോ എന്തുമായിട്ടാണ് റിലേറ്റഡ് ആണ്? ഓക്കെ, ഇതാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെയാണ് ന്യൂട്ടൺസ് ലോ. ഓംസ് ലോ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അഗെയിൻ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി, ആ ഒരു റെസിസ്റ്റിവിറ്റി ആ ഒരു ഏരിയയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് റേഡിയോ ആക്ടിവിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോ? എക്സ്പോണൻഷ്യൽ ലോ ആണ്. നമുക്ക് നോക്കാം എക്സ്പോണൻഷ്യൽ ലോ എന്നാന്ന്. റേഡിയോ ആക്റ്റീവ് ഡീകേ ഫോളോസ് ദി എക്സ്പോണൻഷ്യൽ ഡീകേ ലോ, ദാറ്റ് ഈസ് n equal to n0 e raised to minus lambda t. n equal to n0 e raised to minus lambda t എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ലോ ആണ് നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. 23ാമത്തെ ചോദ്യം. ഇഫ് ദി ഹാഫ് ലൈഫ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് 3 days, ഹാഫ് ലൈഫ് ഒരു സബ്സ്റ്റൻസിൻ്റെ ഹാഫ് ലൈഫ് 3 days ആണ്. ദ റിമൈനിങ് ആഫ്റ്റർ 9 days വിൽ ബി. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര 9 ദിവസങ്ങൾക്ക് ശേഷം എന്തുമാത്രം സാമ്പിൾ റിമൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഹാഫ് ലൈഫ് ഓഫ് ദി സബ്സ്റ്റൻസ് 3 days ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടി ഹാഫ് എന്ന് പറയുന്നത് 3 day ആണ് അല്ലേ? അതായത് എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് A/2 ആവാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ എന്ത് കിട്ടാവും? A/4 ആയിരിക്കും. അപ്പോൾ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ എന്തുണ്ടാവും? A/4 ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് 8 ആയി. അതായത് 3 + 3 days + 3 days + 3 days 9 days കഴിയുമ്പോൾ നമുക്ക് ഉള്ളതിൻ്റെ നേരെ 1/8 ഭാഗങ്ങളായിട്ട് മാറും. ദാറ്റ് ഈസ് ആൻസർ വിൽ ബിക്കം 1/8 ആയിരിക്കും. അതായത് ആഫ്റ്റർ 3 ഹാഫ് ലൈഫ്സ് ദ റിമൈനിങ് എമൗണ്ട് വിൽ ബി 1/2 ടു ദി ക്യൂബ്. അതായത് 1/2 ഇൻറ്റു ദി റൈസ് ടു 3 ആയിരിക്കും നമ്മുടെ റിമൈനിങ് വാല്യൂ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2
ക്യൂബ്, അതായത് 1/8 എന്ന് വരും. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് 1/8. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. ഡി കെ കോൺസ്റ്റന്റ് ഈ സിംബലൈസ്ഡ് ബൈ. ഡി കെ കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പൊണൻഷ്യൽ ലോയ്ക്കകത്ത് n ഈക്വൽ ടു n0 e⁻⁻t എന്ന് പറഞ്ഞു. ഇതിനകത്ത് ലാംഡ എന്ന് പറയുന്നതാണ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിംബൽ ഏതാണ്? ഓപ്ഷൻ എ ലാംഡ, ഓപ്ഷൻ ബി ഇൻഫിനിറ്റി, ഓപ്ഷൻ സി ഓപ്ഷൻ ബി ഇല്ല ആൽഫ, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി തീറ്റ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സിമ്പിൾ? ഓപ്ഷൻ എ ആണ് ലാംഡ. ദ ഡി കെ കോൺസ്റ്റന്റ് ലാംഡ റെപ്രസെൻറ്റ്സ് ദി പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം ദാറ്റ് എ ന്യൂക്ലിയസ് വിൽ ഡീകേ. ഒരു ന്യൂക്ലിയസ് ഡീകേ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഈ ലാംഡ അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റന്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഡീകേ. ഡീകേ നടക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് എന്ത്? നമ്പർ ഓഫ് ന്യൂക്ലിയൈ. ഓപ്ഷൻ എ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ഓപ്ഷൻ ബി ആക്ടിവിറ്റി, ഓപ്ഷൻ സി ഹാഫ് ലൈഫ്, ഓപ്ഷൻ ഡി മാസ്. ഓപ്ഷൻ ഡി മാസ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഡീകേ. ഡീകേ നടക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന എന്താണ്? ഹാഫ് ലൈഫ്. ഒരു സാമ്പിളിൻ്റെ ഹാഫ് ലൈഫ് തന്നു കഴിഞ്ഞാൽ ആ ഹാഫ് ലൈഫ് ഡീകേ നടക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും. ബാക്കി നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്താണെങ്കിലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, ആക്ടിവിറ്റി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, മാസും കുറയും. ഓക്കെ, ദ ഹാഫ് ലൈഫ് ഓഫ് എ പർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ ഹാഫ് ലൈഫിന് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ഇനി യൂണിറ്റ് ഓഫ് ഹാഫ് ലൈഫ് എന്താണ്? ബെക്വറൽ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് കിലോഗ്രാം. അപ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ടൈമിനെയാണ് ഹാഫ് ലൈഫ് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അത് തന്നെയാണ് ഇവിടുത്തെ ഹാഫ് ലൈഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതും സെക്കൻഡാണ്. ഹാഫ് ലൈഫ് ഈസ് എ മെഷർ ഓഫ് ടൈം ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്സ് ഓർ അതർ ടൈം യൂണിറ്റ്സ് ലൈക്ക് അവേഴ്സ് ഓർ ഡേ. അപ്പോൾ ഒന്നെങ്കിൽ അത് അവറിൽ മെൻഷൻ ചെയ്യാം, ചില ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഡേയ്സ്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡേ എന്നും കാണാറുണ്ട്. എനിവേ അത് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗിന് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് ഏത്? ഓപ്ഷൻ എ C12, ഓപ്ഷൻ ബി C13, ഓപ്ഷൻ സി C14, ഓപ്ഷൻ ഡി C11. അപ്പോൾ നമുക്കറിയാം റേഡിയോ കാർബൺ ഡേറ്റിംഗിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 14 ആണ്, C14 ഐസോട്ടോപ്പ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സാമ്പിൾസ് ഇൻ റേഡിയോ കാർബൺ ഡേറ്റിംഗ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴിയിട്ട് നമുക്ക് ആർക്കിയോളജിക്കൽ സ്പെസിമെൻസിൻ്റെ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സാമ്പിൾസിൻ്റെയൊക്കെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐസോട്ടോപ്പാണ് കാർബൺ 14. ഇത് ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇല്ലേ, അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഹാഫ് ലൈഫ് ആൻഡ് ഡി കെ കോൺസ്റ്റന്റ് ആർ റിലേറ്റഡ് ആസ്. നമുക്കറിയാം ഈ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. നമ്മൾ ഓൾറെഡി കൈനറ്റിക്സ് എന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ ടി ഹാഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. കെ എന്ന് പറയുന്നത് ഈ ലാംഡ കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ 0.693 എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ആണ്. അപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഡിവൈഡഡ് ബൈ കെക്ക് പകരം നമ്മുടെ ഡി കെ കോൺസ്റ്റന്റിനെ കൊടുത്തു. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എല്ലാം ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്നത് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 എന്ന് പറയുന്നത് LN2-ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ LN2 ഡിവൈഡഡ് ബൈ ലാംഡ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഇക്വേഷൻ ഡിറൈവ്സ് ഫ്രം ദ എക്സ്പൊണൻഷ്യൽ ഡി കെ ഫോർമുല. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഡി കെ ഫോർമുലയിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ നിന്നാണ് ഹാഫ് ലൈഫിൻ്റെ വാല്യൂ ഇത് കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. ദ നമ്പർ ഓഫ് ആറ്റംസ് റിമൈനിങ് ആഫ്റ്റർ n ഹാഫ് ലൈഫ്സ്. n ഹാഫ് ലൈഫ്സിന് ശേഷം റിമൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n0 ഡിവൈഡഡ് ബൈ 2n ആണ്. ഇവിടെ n ഹാഫ് ലൈഫ്സ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും n0 ഡിവൈഡഡ് ബൈ 2 ടു ദി പവർ n ആയിരിക്കും നമ്പർ ഓഫ് ആറ്റംസ് റിമൈനിങ് ആഫ്റ്റർ n ഹാഫ് ലൈഫ്സ്. അപ്പോൾ ആഫ്റ്റർ n ഹാഫ് ലൈഫ്സ് after n half lives the amount of undecayed atoms is reduced to n0 divided by 2 to the power n. ഇനി 30ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി നമ്മൾ. 30ാമത്തെ ചോദ്യം ഡി കെ ഈസ് എ.
ഓപ്ഷൻ എ ഫിസിക്കൽ പ്രോസസ്, ഓപ്ഷൻ ബി കെമിക്കൽ പ്രോസസ്, ഓപ്ഷൻ സി ന്യൂക്ലിയർ പ്രോസസ്, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ പ്രോസസ്. അപ്പം ഡീകെ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡീകെ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ്. റേഡിയോ ആക്റ്റീവ് ഡീകെ ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ദ ന്യൂക്ലിയസ്, നോട്ട് ദി ഇലക്ട്രോൺ ക്ലൗഡ് ഓർ ബോണ്ട്. ഇലക്ട്രോൺ ക്ലൗഡിനെയോ അല്ലെങ്കിൽ ബോണ്ടിനെയോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയാം. ഇത് കെമിക്കൽ റിയാക്ഷൻസ്, ഒരു റിയാക്ഷൻ പോലെ നമ്മളെ എഴുതി കാണിക്കുമെങ്കിലും ദിസ് ഇസ് നോട്ട് എ കെമിക്കൽ പ്രോസസ്സ്. ഇതൊരു കെമിക്കൽ പ്രോസസ്സ് അല്ല, ഇത് ഒരു ന്യൂക്ലിയസിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ്. സോ ന്യൂക്ലിയർ പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31, 31ാമത്തെ ചോദ്യം ഗീഗർ നട്ടൽ റൂളിൽ നിന്നുള്ളതാണ്. ഗീഗർ നട്ടൽ റൂൾ കണക്ട്സ്, എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആൽഫ പാർട്ടിക്കിൾ എനർജി ആൻഡ് ഹാഫ് ലൈഫ്, ഓപ്ഷൻ ബി ബീറ്റ പാർട്ടിക്കിൾ എനർജി ആൻഡ് റേഞ്ച്, ഓപ്ഷൻ സി ന്യൂട്രോൺ മാസ് ആൻഡ് ഡീകെ റേറ്റ്, ഓപ്ഷൻ ഡി പ്രോട്ടോൺ ചാർജ് ആൻഡ് ഡീകെ. അപ്പോൾ കറക്റ്റായിട്ട് ഗീഗർ നട്ടൽ റൂൾ കണക്ട് ചെയ്യുന്നത് ആൽഫ പാർട്ടിക്കിൾ എനർജിയും അതിൻ്റെ ഹാഫ് ലൈഫിനെയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗീഗർ നട്ടൽ റൂൾ എന്ന് പറയുന്നത് ദിസ് എംപിരിക്കൽ റൂൾ റിലേറ്റ്സ് ദി ഡീകെ കോൺസ്റ്റന്റ് ഓർ ഹാഫ് ലൈഫ് ഓഫ് ആൽഫ എമിറ്റേഴ്സ് ടു ദി എനർജി ഓഫ് ദി എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾ. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ലോങ്സ്റ്റ് സീരീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ? ലോങ്സ്റ്റ് സീരീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഇതിനകത്ത് ഏതിനാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യുറേനിയം 238, ഓപ്ഷൻ ബി തോറിയം 232, ഓപ്ഷൻ സി നെപ്റ്റൂണിയം, ഓപ്ഷൻ ഡി ആക്ടീനിയം. അപ്പോൾ ഇവിടെ ലോങ്സ്റ്റ് സീരീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് യുറേനിയം 238ൻ്റെ ഡിസിൻറ്റഗ്രേഷൻ ആണ്. ലോങ്സ്റ്റ് നാച്ചുറൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ചെയിൻ ആണ്. ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ലെഡ് ആണ്. ഓക്കെ, ലെഡ് PB ആണ്, സ്റ്റേബിൾ ലെഡ് ആണ് യുറേനിയം 238 സീരീസിൻ്റെ സ്റ്റേബിൾ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് യുറേനിയം ഡിസിൻറ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ നമ്പർ 33 ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33 ഒന്ന് ശ്രദ്ധിച്ചാൽ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് യുറേനിയം ഡിസിൻറ്റഗ്രേഷൻ ഈസ് ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി ബിസ്മത്ത്, ഓപ്ഷൻ സി തോറിയം, ഓപ്ഷൻ ഡി റെഡോൺ. ഏതാണ്? അത് തന്നെ ഓപ്ഷൻ എ ആണ്, ലെഡ് ആണ് ഇവിടെ വരുന്നത്. ലെഡ് 206, അതായത് PB 206 ആയിരിക്കും ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് യുറേനിയം സീരീസ്. അപ്പോൾ യുറേനിയം ഡിസിൻറ്റഗ്രേറ്റഡ് ഡിസിൻറ്റഗ്രേഷൻ സീരീസിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് PB 206 ആണ്. PB 206 എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 34ലേക്ക് പോവാണ്. ഡീകെ ചെയിൻ മീൻസ്, ഡീകെ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ പ്രൊഡക്ഷൻ ഓഫ് സെയിം ന്യൂക്ലിയസ്, ഒരേപോലത്തെ ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണോ ഡീകെ ചെയിൻ എന്നറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ഓപ്ഷൻ ബി എമിഷൻ ഓഫ് ഗാമ റേഡിയേഷൻസിൻ്റെ എമിഷനെയാണോ? അതോ സീക്വൻഷ്യൽ ഡീകെ ഓഫ് ഐസോട്ടോപ്സിൻ്റെ സീക്വൻഷ്യൽ ഡീകെനെയാണോ ഡീകെ ചെയിൻ എന്ന് പറയുന്നത്? അതോ ഇൻക്രീസ് ഇൻ അറ്റോമിക് മാസ്? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? സീക്വൻഷ്യൽ ഡീകെ ഓഫ് ഐസോട്ടോപ്പ് ആയിരിക്കും. എ ഡീകെ ചെയിൻ ഈസ് എ സീരീസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേസ് വെയർ ദി ഡോട്ടർ ഐസോട്ടോപ്പ് ഇറ്റ് സെൽഫ് ഈസ് റേഡിയോ ആക്റ്റീവ്. അപ്പോൾ വരുന്ന ഡോട്ടർ ഐസോട്ടോപ്പ് വീണ്ടും റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ഒരു ചെയിൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡീകെ ചെയിൻ എന്ന് വിളിക്കുന്നത്. 35ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഈസ് ദ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഇൻ യുറേനിയം 238 ഡീകെ സീരീസ്? നമ്മൾ നേരത്തെ പറഞ്ഞു യുറേനിയം 238 ആണ് ലോങ്സ്റ്റ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഡീകെ ചെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള PB 206 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഏതൊക്കെ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് തോറിയം 234, റേഡിയം 226, പൊളോണിയം 210. ഇതെല്ലാം ഇന്റർമീഡിയറ്റ് ആണ്. തോറിയം 234, പിന്നെ റേഡിയം 226, പിന്നെ പൊളോണിയം 210. ഇതെല്ലാം നമ്മുടെ ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആണ് യുറേനിയം 238 ഡീകെ സീരീസിൻ്റെ. ഓക്കെ, ഓൾ ദീസ് ഐസോട്ടോപ്സ് ഒക്കേഴ്സ് ആസ് ഇന്റർമീഡിയറ്റ്സ് ഇൻ ദി യുറേനിയം 238 ഡീകെ സീരീസ്. 36ാമത്തെ ചോദ്യം ട്രാൻസ്മ്യൂട്ടേഷനിൽ നിന്നുള്ളതാണ്. ട്രാൻസ്മ്യൂട്ടേഷൻ ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ഓപ്ഷൻ എ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓൺലി, ഓപ്ഷൻ ബി അറ്റോമിക് നമ്പർ, ഓപ്ഷൻ സി മോളിക്കുലർ മാസ്, ഓപ്ഷൻ ഡി വോളിയം. അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നതിനകത്ത് വരുന്നത് അറ്റോമിക് നമ്പറിലുള്ള ചേഞ്ച് ആണ്. ട്രാൻസ്മ്യൂട്ടേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് വൺ എലമെന്റ് ഇൻ ടു അനദർ ബൈ ചേഞ്ചിങ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് വഴി ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്താണ്? കൺവേർഷൻ ഓഫ് വൺ എലമെന്റ് ഇൻ ടു അനദർ by changing the number of protons അല്ലെങ്കിൽ atomic number. First artificial transmutation was done by 37ാമത്തെ ചോദ്യം. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയത് ആര്? ഓപ്ഷൻ എ ചാഡ്വിക്, ഓപ്ഷൻ ബി റൂതർഫോർഡ്, ഓപ്ഷൻ സി ബോർ, ഓപ്ഷൻ ഡി ബെക്കറൽ. ഓപ്ഷൻ ബി റൂതർഫോർഡ് ആണ് കറക്റ്റ് ആൻസർ. റൂതർഫോർഡ് കൺവേർട്ടഡ് നൈട്രജനെ ഓക്സിജൻ ആക്കിയിട്ടാണ് അദ്ദേഹം ഫസ്റ്റ് ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയത്. നൈട്രജനെ ഓക്സിജൻ ആക്കി ബൈ ബൊംബാർഡിങ് ഇറ്റ് വിത്ത് ആൽഫ പാർട്ടിക്കിൾസ്, ദ ഫസ്റ്റ് ട്രാൻസ്മ്യൂട്ടേഷൻ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് നൈട്രജനെ ഓക്സിജൻ ആക്കിയത് ആരാണ്? റൂതർഫോർഡ് ആണ്. ഓക്കെ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ.
ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 38ാമത്തെ. വാസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻ എ ഓട്ടോഹാൻ, ഓപ്ഷൻ ബി ക്യൂറി, ഓപ്ഷൻ സി റൂതർഫോർഡ്, ഓപ്ഷൻ ഡി ബോർ. ഓട്ടോഹാൻ ആണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത്. തെറ്റിക്കരുത്, ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോഹാൻ ആണ്. ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രാസ്മാൻ ഡിസ്കവേർഡ് ഫിഷൻ ഇൻ യുറേനിയം ഇൻ 1938. 1938 ന്യൂക്ലിയർ ഫിഷൻ ഓട്ടോഹാനും സ്ട്രാസ്മാനും ചേർന്ന് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയർ ഫിഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ഓട്ടോഹാൻ ആൻഡ് സ്ട്രാസ്മാൻ ഇൻ 1938. ഇതായിരുന്നു നമ്മുടെ മോളിക്യൂള്, ആറ്റം യുറാനിയം ആയിരുന്നു. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ വിച്ച് ഇസ് റിലീസ്ഡ്. ഇനി ന്യൂക്ലിയർ ഫിഷനിൽ എന്താണ് റിലീസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. ഓപ്ഷൻ എ ന്യൂട്രോൺ, ഓപ്ഷൻ ബി പ്രോട്ടോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി പോസിട്രോൺ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നത് ന്യൂട്രോൺ ആണ്. ഫിഷൻ ഓഫ് ഹെവി ന്യൂക്ലിയൈ ലൈക്ക് യുറേനിയം റിലീസസ് ന്യൂട്രോൺസ് വിച്ച് ക്യാൻ ഫർദർ സസ്റ്റെയിൻ ദ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് റിലീസ് ചെയ്യുന്ന എന്താണ്? ന്യൂട്രോൺ ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് ന്യൂട്രോൺ. എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ. 40ാമത്തെ ചോദ്യം, എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഈസ് ഡ്യൂ ടു. അതിന് കാരണം എന്തൊക്കെയാണ്? ഓപ്ഷൻ എ മാസ് ലോസ്, മാസിനുണ്ടാവുന്ന കുറവ്. ഓപ്ഷൻ ബി ബൈൻഡിങ് എനർജിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഈ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. എനർജി കംസ് ഫ്രം ദി മാസ് ഡിഫക്റ്റ് ആൻഡ് ദി ബൈൻഡിങ് എനർജി ഗവേൺഡ് ബൈ ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം നമുക്കറിയാം എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ന്യൂക്ലിയർ റിയാക്ഷൻ ഈസ് ഡ്യൂ ടു മാസ് ലോസ്, binding energy, mass loss means mass defect, binding energy and strong nuclear force. Okay, അടുത്ത 41ാമത്തെ ചോദ്യം, ഫ്യൂഷൻ റിയാക്ഷൻ occurs in. ഫ്യൂഷൻ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഓപ്ഷൻ ബി സൺ ആൻഡ് സ്റ്റാർസ്, ഓപ്ഷൻ സി റിയാക്ടേഴ്സ് ഓൺലി, ഓപ്ഷൻ ഡി ഗ്യാസോലിൻ എൻജിൻസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൺ ആൻഡ് സ്റ്റാർസിലാണ് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സണ്ണിലുള്ള fusion reaction where light nuclei such as hydrogen isotopes combine to form helium releases vast energy. These reactions naturally occur in the core of the sun and stars under extreme temperature and pressure. അപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യനിലും നക്ഷത്രത്തിലുമൊക്കെ കാരണമായിട്ടുള്ളത് എന്താണ്? ഫ്യൂഷൻ റിയാക്ഷൻ ആണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ റിലീസസ് വാസ്റ്റ് എനർജി. അതാണ് നമ്മുടെ സണ്ണിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റാത്തത്. ഓക്കെ, 42ാമത്തെ ചോദ്യം, ഫ്യൂഷന് ആവശ്യമായിട്ടുള്ളത് എന്ത്? ഫ്യൂഷൻ നീഡ്സ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, കാറ്റലിസ്റ്റ്, ലോ എനർജി, വാക്വം. ഓഫ് കോഴ്സ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് ഫ്യൂഷന് വേണ്ടത്. ഫോർ ഫ്യൂഷൻ ടു ഓവർകം ദി ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ. അപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ന്യൂക്ലിയർ ആയിട്ട് മാറുവാണ്. അപ്പോൾ ഈ 2 ലൈറ്റ് ന്യൂക്ലിയറെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനെ ഓവർകം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും ആവശ്യമാണ്. അപ്പോൾ അത് തന്നെയാണ് സ്റ്റാർസിനും നടക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് required to overcome the electrostatic repulsion between nuclei. ക്ലിയർ അല്ലേ? 43ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ. ഫ്യൂഷൻ റിയാക്ഷനിൽ ഏതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഡ്യൂട്ടീരിയം, ഓപ്ഷൻ ബി യുറാനിയം, ഓപ്ഷൻ സി തോറിയം, ഓപ്ഷൻ ഡി പ്ലൂട്ടോണിയം. അപ്പോൾ ഇവിടെ ഡ്യൂട്ടീരിയം ആണ് ഫ്യൂഷൻ റിയാക്ഷനിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ 1H2. ഇതാണ് നമ്മുടെ ഡ്യൂട്ടീരിയത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിമ്പൽ എന്ന് പറയുന്നത്. 1H2 ഇസ് എ സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ വിത്ത് 1 പ്രോട്ടോൺ ആൻഡ് 1 ന്യൂട്രോൺ. ഇതിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഫ്യൂഷൻ എക്സ്പെരിമെന്റ്സ് ആൻഡ് ഈസ് അബണ്ടന്റ് ഇൻ സീ വാട്ടർ. സീ വാട്ടറിൽ ധാരാളമുണ്ട് ഡ്യൂട്ടീരിയം. ഓക്കെ, അടുത്തത് 44ാമത്തെ ചോദ്യമാണ്, വിച്ച് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ഇൻ തൈറോയ്ഡ് ഡയഗ്നോസിസ്. അഗെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ഐസോട്ടോപ്സ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ അയഡിൻ 131, ഓപ്ഷൻ ബി കാർബൺ 14, ഓപ്ഷൻ സി കൊബാൾട്ട് 60, ഓപ്ഷൻ ഡി ടെക്നീഷ്യം. അപ്പോൾ തൈറോയ്ഡ് ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നത് അയഡിൻ 131 ആണ്. എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. അയഡിൻ 131 accumulates in the thyroid gland and is used both for diagnostic imaging and for treating thyroid related disorders due to its beta and gamma emission. അപ്പോൾ ഇവിടെ അയഡിൻ 131 എന്ന് പറയുന്നത് ബീറ്റ എമിഷനും നടക്കുന്നുണ്ട്, ഗാമ എമിഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ തൈറോയ്ഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അയഡിൻ 131 എന്ന് പറയുന്നത്
പറയുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അഗെയിൻ കൊബാൾട്ട് 60 ഈസ് യൂസ്ഡ് ഇൻ 45th ക്വസ്റ്റ്യൻ ആണ്. കൊബാൾട്ട് 60 ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി ഫുഡ് ഇറാഡിയേഷൻ, ഓപ്ഷൻ സി ക്യാൻസർ തെറാപ്പി, ഓപ്ഷൻ ഡി ഫെർട്ടിലൈസർ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൊബാൾട്ട് 60 ക്യാൻസർ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൊബാൾട്ട് 60 ഗാമ റേസിനെ എമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ എക്സ്റ്റേണൽ ബീം റേഡിയോ തെറാപ്പി ടു ട്രീറ്റ് വേരിയസ് ക്യാൻസേഴ്സ്. ക്യാൻസർ തെറാപ്പിയിൽ നമ്മൾ കൊബാൾട്ട് 60 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. 46ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എൻ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഇതിന് ഏതാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന് ആപ്ലിക്കേഷൻ അല്ലാത്തത്? ട്രേസിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. തീർച്ചയായും റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ട്രേസ് ചെയ്യാം. ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കുമെന്ന് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. ബ്ലഡ് ക്ലോട്ട്, അപ്പം നമുക്കിത് ശരീരത്തിൽ കൂടി കടത്തിവിടാൻ പറ്റും, കാരണം ദേ വിൽ എമിറ്റ് ഗാമ റേഡിയേഷൻസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ നോട്ട് ആൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് പ്രൊഡ്യൂസിങ് AC കറണ്ട് ആണ്. വൈൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആർ യൂസ്ഡ് ഇൻ മെഡിസിൻ, റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രി, ദേ ആർ നോട്ട് യൂസ്ഡ് ഡയറക്ട്ലി ടു ജനറേറ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ACs പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഉപയോഗിക്കില്ല. പവർ ജനറേഷൻ യൂസസ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, നോട്ട് ദി ഐസോട്ടോപ്പ്. പവർ ജനറേഷൻ ആണെങ്കിൽ പോലും ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്, ഐസോട്ടോപ്സ് ആയിട്ട് ഉപയോഗിക്കത്തില്ല. വിച്ച് റിയാക്ഷൻ പവേഴ്സ് ദ സൺ? ഏതാണ്? ഫിഷൻ ആണോ, ഫ്യൂഷൻ ആണോ, കമ്പഷൻ ആണോ, ഡിസിൻറ്റഗ്രേഷൻ ആണോ? ഫ്യൂഷൻ അല്ലേ. വെരി ഗുഡ്, ഫ്യൂഷൻ ആണ്. ദ സൺസ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ വെയർ ഹൈഡ്രജൻ ന്യൂക്ലിയൈ ഫ്യൂസ്ഡ് ഫോം ഹീലിയം റിലീസസ് മാസീവ് എനർജി ഇൻ ദി പ്രോസസ്. ഓക്കെ, അടുത്തത് 48ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി നമ്മൾ. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഏജ് ഓഫ്. എന്തിൻ്റെ ഏജ്, വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ റോക്സ്, ഓപ്ഷൻ ബി ഫോസിൽസ്, ഓപ്ഷൻ സി മെറ്റൽസ്, ഓപ്ഷൻ ഡി മൗണ്ടൻസ്. അപ്പോൾ ഇവിടെ ശരിക്കും ഫോസിൽസിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ്, ആർക്കിയോളജിക്കൽ സ്പെസിമെൻസ് അല്ലേ. അപ്പോൾ ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് യൂസസ് ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് കാർബൺ 14 ടു എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, ബോൺസ്, ഫോസിൽസ് അപ് ടു 50,000 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ 50,000 വർഷം പ്രായം വരെയുള്ള ഏജ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വിച്ച് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ഇൻ ബ്രെയിൻ ഇമേജിംഗ്? അടുത്ത ക്വസ്റ്റ്യൻ, ബ്രെയിൻ ഇമേജിങ്ങിന് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് ഏതാണ് എന്നാണ്. ടെക്നീഷ്യം 99 ആണ്, M ആണ് നമ്മൾ ബ്രെയിൻ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടെക്നീഷ്യം 99M ഈസ് എ വൈഡ്ലി യൂസ്ഡ് റേഡിയോ ഐസോട്ടോപ്പ്. ഇറ്റ്സ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ട് ഹാഫ് ലൈഫ് ആൻഡ് എബിലിറ്റി ടു ഇമേജ് ഓർഗൻസ് ഇൻക്ലൂഡിങ് ദ ബ്രെയിൻസ് ആൻഡ് ബോൺസ്. അപ്പം നമ്മൾ ടെക്നീഷ്യം 99M ആണ് ഈ പറയുന്ന ബ്രെയിൻ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റേഡിയേഷൻ ഡിറ്റക്ടർ? റേഡിയേഷൻ ഡിറ്റക്ടർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഗീഗർ കൗണ്ടർ, ഓപ്ഷൻ ബി ക്ലൗഡ് ചേംബർ, ഓപ്ഷൻ സി ബബിൾ ചേംബർ, ഓപ്ഷൻ ഡി സ്പെക്ട്രോമീറ്റർ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ സ്പെക്ട്രോമീറ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ബബിൾ ചേംബറും ക്ലൗഡ് ചേംബറും ഗീഗർ കൗണ്ടറും ഒക്കെ നമ്മൾ റേഡിയേഷൻ ഡിറ്റക്ടർ ആണ്. എ സ്പെക്ട്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു അനലൈസ് ലൈറ്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്ര, നോട്ട് ടു ഡിറ്റക്ട് അയനൈസിംഗ് റേഡിയേഷൻസ്. Radiation detectors include devices like Geiger counters and cloud chambers. അപ്പം റേഡിയേഷൻ ഡിറ്റക്ടർ ആണ് ഗീഗർ കൗണ്ടറും ക്ലൗഡ് ചേംബറും ബബിൾ ചേംബറും എല്ലാം. പക്ഷേ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത് ലൈറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്ര അനാലിസിസിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇനി കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഗീഗർ നട്ടാൽ റൂൾ എന്നുള്ളത്. അതിനകത്തുനിന്ന് വളരെ കൂടുതലായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് നമുക്കൊരു റീക്യാപ്പ് അടിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഗീഗർ നൗട്ടൽ റൂൾ എന്ന് പറയുന്നത് ഒരു ലോഗരിതമിക് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഗീഗർ നട്ടൽ റൂൾ എന്ന് പറയുന്ന ഒരു ലോഗരിതമിക് റിലേഷൻഷിപ്പാണ്. അത് എന്തിനെയൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ ഡീകേ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഓഫ് ആൻ ആൽഫ എമിറ്റിംഗ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ദി എനർജി എമിറ്റഡ് ബൈ ദി ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജിയും പിന്നെ അതുപോലെ തന്നെ ഡീകേ കോൺസ്റ്റന്റും വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു ലോഗരിതമിക് റിലേഷനാണ് ഈ ഗീഗർ നട്ടൽ റൂൾ പറയുന്നത്. നോക്കിക്കേ, ലോഗ് ടി ഹാഫ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു, എവിടെ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എ ഡോട്ട് അറ്റോമിക് നമ്പറാണ് നമ്മുടെ ഇസഡ്, റൂട്ട് ഇ എനർജിയാണ് ഇ എന്ന് പറയുന്നത്, ഈ പ്ലസ് ബി എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതാണ് ഗീഗർ നട്ടൽ റൂൾ എന്ന് പറയുന്നത്. ലോഗ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ഇസഡ് ബൈ റൂട്ട് ഇ പ്ലസ് ബി എന്ന് പറയുന്ന ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലോഗരിതമിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഗീഗർ നട്ടൽ റൂൾ എന്ന് പറയുന്നത്. ഇത് ഡി കെ കോൺസ്റ്റന്റും എനർജി ഓഫ് ദി എമിറ്റഡ് ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഓക്കെ,
ഇനി ഇതിൻ്റെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ ഗീഗർ-നട്ടൽ ലോ റിലേറ്റ്സ് ദി ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് വിത്ത്, അപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ ഹാഫ് ലൈഫും പിന്നെ എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിളുമാണ് അത് റിലേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അറ്റോമിക് നമ്പർ, ഓപ്ഷൻ ബി എനർജി ഓഫ് എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾ, ഓപ്ഷൻ സി മാസ് നമ്പർ, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ഏതായിരിക്കും? എനർജി ഓഫ് എമിറ്റഡ് ആൽഫ പാർട്ടിക്കിളും അതുപോലെ തന്നെ ടി ഹാഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഗീഗർ-നട്ടൽ ലോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഗീഗർ-നട്ടൽ റൂൾ കാണിക്കുന്നത്. ഇറ്റ് ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഹാഫ് ലൈഫ്. അപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഇസഡ് ബൈ റൂട്ട് ടി എന്നാണ് പറയുന്നത് പ്ലസ് ബി. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, എ ഇസഡ് ബൈ റൂട്ട് ടി പ്ലസ് ബി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ബിറ്റ്വീൻ ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ദി എനർജി ഓഫ് ദി എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾസ്. അടുത്ത ചോദ്യം അഗെയിൻ ഗീഗർ-നട്ടൽ റൂളിൽ നിന്നാണ്. അക്കോർഡിംഗ് ടു ഗീഗർ-നട്ടൽ റൂൾ എ ന്യൂക്ലിയസ് എമിറ്റിംഗ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ വിൽ ഹാവ്, അപ്പോൾ ഒരു ഹൈ എനർജി ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയസിൻ്റെ ടി ഹാഫ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? അതെ, നമ്മൾ പറഞ്ഞു ടി ഹാഫ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഇസഡ് ബൈ റൂട്ട് ടി പ്ലസ് ബി ആണ് അക്കോർഡിംഗ് ടു ഗീഗർ-നട്ടൽ റൂൾ. അപ്പോൾ ഇവിടെ ടി ഹാഫ് കൂടുമ്പോൾ ഈ എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ് റിലേഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് എമിറ്റിംഗ് ഹൈ എനർജി ആണെങ്കിൽ ടി ഹാഫ് എന്ത് ചെയ്യും? കുറവായിരിക്കും വരുന്നത്. അപ്പോൾ ലോങ് ലൈഫ് ഹാഫ് ലൈഫ് ആണോ, ഷോർട്ട് ഹാഫ് ലൈഫ് ആണോ, നോ ഹാഫ് ലൈഫ് ആണോ, അതോ ഇൻഫൈനൈറ്റ് സ്റ്റെബിലിറ്റി ആണോ? ഷോർട്ട് ഹാഫ് ലൈഫ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ബി ആയിരിക്കും. ഹയർ ആൽഫ പാർട്ടിക്കിൾ എനർജി ഇംപ്ലൈസ് ഫാസ്റ്റർ ഡീകേ ആൻഡ് ഹെൻസ് എ ഷോർട്ടർ ഹാഫ് ലൈഫ്. അപ്പോൾ ഹൈ ആൽഫ പാർട്ടിക്കിൾ എനർജി ആണെങ്കിൽ അത് ഫാസ്റ്റർ ഡീകേ ആയിരിക്കും ഇത് വിധേയമാവുന്നത്, ആൻഡ് ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും? ഷോർട്ടർ ഹാഫ് ലൈഫ് ആയിരിക്കും. ക്ലിയർ ആണോ? മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ഗീഗർ-നട്ടൽ ലോ. ഗീഗർ-നട്ടൽ ലോയിനെ കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഹയർ എനർജി ആൽഫ പാർട്ടിക്കിൾ മീൻസ് ലോങ്ങർ ലൈഫ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഡീകേ കോൺസ്റ്റന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആറ്റോമിക് നമ്പർ. ശരിയാണോ? ഡീകേ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആറ്റോമിക് നമ്പർ. വെയിറ്റ് നിൽക്കട്ടെ. ഹാഫ് ലൈഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദി എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. റൈറ്റ്. ഇവിടെ ഉണ്ട് ആൻസർ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹാഫ് ലൈഫ് ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by square root of energy of the alpha particle എന്നുള്ളതാണ്. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ദി ഇംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ദ റേറ്റ് ഓഫ് എമിഷൻ ഈസ് നോൺ ആസ്. അപ്പോൾ ഒരു ഇംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിളും റേറ്റ് ഓഫ് എമിഷൻ, അതായത് ടി ഹാഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ഗീഗർ-നട്ടൽ ലോ അല്ലെങ്കിൽ ഗീഗർ-നട്ടൽ റൂൾ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് സപ്പോർട്ട് ദി ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഇൻ ആൽഫ ഡികെ. ആൽഫ ഡികെയിലെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോ ഏതാണ്? Again, answer will be Geiger-Nuttel law. It indirectly supports quantum tunneling as it explains how alpha particles escape from the nucleus despite the potential barrier. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയറിനെ കുറിച്ച് അത് പറയുന്നില്ലെങ്കിലും ആൽഫ പാർട്ടിക്കിൾ എസ്കേപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് Geiger-Nuttel law പറയുന്നുണ്ട്, ഹൗ ഫാസ്റ്റ് ഇറ്റ് വിൽ ഗോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡയറക്ട്ലി Geiger-Nuttel law ആയിരിക്കും ടണലിങ്ങിനെ, ക്വാണ്ടം ടണലിങ്ങിനെ കുറിച്ച് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ആസ് പെർ ദി Geiger-Nuttel rule, which nucleus decays faster? One with high alpha energy, one with low atomic number, one with high mass effect, one with low alpha energy. ഏതായിരിക്കും പെട്ടെന്ന് ഡീകേ ചെയ്യുന്നത്? അതെ, വൺ വിത്ത് ഹൈ ആൽഫ എനർജി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഹൈ ആൽഫ എനർജി മീൻസ് ഗ്രേറ്റർ പ്രോബബിലിറ്റി ഓഫ് ടണലിംഗ്, അതുകൊണ്ട് തന്നെ ഷോർട്ടർ ഹാഫ് ലൈഫ് ആയിരിക്കും. ടണലിംഗ് എന്ന് പറയുമ്പോൾ ഓവർകമ്മിങ് എ പൊട്ടൻഷ്യൽ ബാരിയർ, അതാണ് സംഭവം പറഞ്ഞിരിക്കുന്നത്. ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ആണെങ്കിൽ അതിനകത്തൂടെ ടണൽ ചെയ്ത് പോകും. ഓക്കെ, which of the following quantities is plotted in Geiger-Nuttel plot? Geiger-Nuttel പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്? ഓപ്ഷൻ എ എനർജി വേഴ്സസ് മാസ്, ഓപ്ഷൻ ബി അറ്റോമിക് നമ്പർ വേഴ്സസ് എനർജി, ഓപ്ഷൻ സി log 10 to the base t half വേഴ്സസ് 1 by square root of e, ഓപ്ഷൻ ഡി ബൈൻഡിങ് എനർജി വേഴ്സസ് z. ഇപ്പോൾ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, നമ്മളിപ്പോൾ പഠിച്ചതാണ് log 10 to the base t half വേഴ്സസ് 1 by സ്ക്വയർ റൂട്ട് ഓഫ് ഇ ആയിരിക്കും പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻസർ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. അഗെയിൻ എട്ടാമത്തെ ചോദ്യം, Geiger-Nuttel റൂളിനെ കുറിച്ചുള്ള എട്ടാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ ഡസ് ദി Geiger-Nuttel റൂൾ അപ്ലൈ ടു? ഏത് ടൈപ്പ് ഓഫ് ഡീകെനെയാണ് GN റൂൾ പറയുന്നത്? ആൽഫ ഡീകെ ആണ്. ആൽഫ ഡീകെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
അടുത്ത 9ാമത്തെ ചോദ്യം, വിച്ച് ഫാക്ടർ ഹാസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഹാഫ് ലൈഫ് ഓഫ് ആൻ ആൽഫ എമിറ്റർ ആസ് പെർ ഗീഗർ-നട്ടർ റിലേഷൻ? ഗീഗർ-നട്ടർ റിലേഷൻ പ്രകാരം ഏത് ഫാക്ടറിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ഓൺ ദി ഹാഫ് ലൈഫ് ഓഫ് ആൽഫ എമിറ്റർ? ഓപ്ഷൻ എ എനർജി ഓഫ് ദി ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി മാസ് ഓഫ് ന്യൂക്ലിയസ്, ഓപ്ഷൻ സി എനർജി ഓഫ് എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾ, ഓപ്ഷൻ ഡി ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. എനർജി ഓഫ് എമിറ്റഡ് ആൽഫ പാർട്ടിക്കിൾ ആയിരിക്കും ആ പാർട്ടിക്കിളിനെ ആയിരിക്കും മോസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഇൻ ദ ഗീഗർ-നട്ടർ ലോ വാട്ട് ഡസ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് റെപ്രസെൻറ്റ്? നമുക്കിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ലോഗ് 10 to the base T half വേഴ്സസ് ഇതാണ് എഴുതുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഓഫ് എനർജി ആണോ, ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ എനർജി ആൻഡ് ഡിക്കേ റേറ്റ് ആണോ, അതോ ലോഗരിതമിക് റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ എനർജി ആണോ, അതോ കോൺസ്റ്റന്റ് ഡിക്കേ റേറ്റ് ആണോ? അപ്പോൾ നമുക്ക് ഇവിടെ ടി ഹാഫ് ആണ് നമ്മൾ വരച്ചേക്കുന്നത് അല്ലേ, ടി ഹാഫ്. അപ്പോൾ ഹാഫ് ലൈഫ് ആണ് അല്ലേ. അപ്പോൾ ലോഗരിതമിക് റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജിയുമായിട്ടുള്ള സി ആയിരിക്കും ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗീഗർ-നട്ടർ റൂൾ ഡൗട്ട് ഉള്ളവർക്ക് ഇനി അതിന് ഡൗട്ട് ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് വിചാരിക്കുന്നു. റിലേറ്റഡ് ടു GN റൂൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി മോസ്റ്റ് ഓഫ് ദി ഡൗട്ട്സ് വന്നിരിക്കുന്ന മറ്റൊരു ഏരിയ ആണ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ സീരീസ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ സീരീസ്. അതിൽ നിന്നുള്ളൊരു 10 ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡിക്കേ സീരീസിനെ കുറിച്ച് ഷോർട്ടായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഒരു ഡിസിൻറ്റഗ്രേഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ സ്റ്റെപ്പ് ദാറ്റ് എ റേഡിയോ ആക്റ്റീവ് പാരന്റ് ന്യൂക്ലിയസ് അണ്ടർഗോസ് അൺടിൽ ഇറ്റ് ട്രാൻസ്ഫോഴ്സ് ഇൻടു എ സ്റ്റേബിൾ ഡോട്ടർ ന്യൂക്ലിയസ്. അപ്പോൾ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പം യുറാനിയം 238 എന്ന് പറയുന്ന ആള് കുറേ അധികം റേഡിയോ ആക്റ്റീവ് ഡിക്കേ സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ട് അവസാനം സ്റ്റേബിൾ ആയിട്ടുള്ള Pb206 ആയി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റേബിൾ ഡോട്ടർ ന്യൂക്ലിയസ് എത്തുന്നിടം വരെ ഉണ്ടാവുന്ന ആ ഡികെ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈച്ച് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദി എമിഷൻ ഓഫ് ആൽഫ, ഒന്നെങ്കിൽ ആൽഫ പാർട്ടിക്കിളോ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളോ അവിടെ നിന്ന് എമിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിനി ടൈപ്പ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 റേഡിയോ ആക്റ്റീവ് ഡിക്കേ സീരീസ് ഉണ്ട്. ഒന്നാമത്തേത് യുറേനിയം സീരീസ്. പേരന്റ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് യുറേനിയം 238 ആയിരിക്കും. സ്റ്റേബിൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ലെഡ് 206 ആയിരിക്കും. സംഗതി ഒരു നാച്ചുറൽ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് അല്ലെങ്കിൽ ഡിക്കേ സീരീസ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സീരീസ് ആണ് തോറിയം സീരീസ്. തോറിയം 232 സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഡ് 208 ആയിട്ട് മാറും. അപ്പോൾ അത് 4n 4n+1 4n+2 എന്നുള്ള അതിൻ്റെ പേരും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. നാച്ചുറൽ ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റേബിൾ ന്യൂക്ലിയർ 208ഉം ലെഡ് 208ഉം സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തോറിയം 232 ആണ്. ഈ അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഉൾപ്പെടെ ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ആക്ടീനിയം സീരീസ് എന്ന് പറയുമ്പോൾ യുറാനിയം 235 മുതൽ ലെഡ് 207 വരെയാണ്. അപ്പോൾ ഈ 4n 4n+1 4n+2 ആ സീരീസുകളുടെ പേരറിയാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ലെഡ് 207 ആണ് ഫൈനൽ സ്റ്റേബിൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. നാച്ചുറൽ ആണ് നേച്ചർ എന്ന് പറയുന്നത്. അഗെയിൻ നെപ്റ്റൂണിയം സീരീസ് ഉണ്ട്. നെപ്റ്റൂണിയം 237 സ്റ്റാർട്ട് ചെയ്ത് ബിസ്മത്ത് 209 അത് എൻഡ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് യുറേനിയം തോറിയം ആക്ടീനിയം നെപ്റ്റൂണിയം എന്ന് പറയുന്ന 4 റേഡിയോ ആക്റ്റീവ് ഡിക്കേ സീരീസ് ഉണ്ട്. യുറേനിയം സീരീസിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ യുറേനിയം ആയിരിക്കും 238, തോറിയം ആണെങ്കിൽ 232, ആക്ടീനിയം ആണെങ്കിൽ അഗെയിൻ യുറാനിയം 235 ആണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. തെറ്റിപ്പോകരുത്. ആക്ടീനിയം സീരീസിന്റെ പേരന്റ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് യുറേനിയം 235 ആണ്. നെപ്റ്റൂണിയം സീരീസ് ആണെങ്കിൽ നെപ്റ്റൂണിയം 237. ഇതിന്റെ ഫൈനൽ സ്റ്റേബിൾ ഐസോട്ടോപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 സീരീസിന്റെ ലെഡ് ആണ് 206, 208, 207, 687. ഓക്കെ, ഇനി നെപ്റ്റൂണിയം സീരീസിന്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് 209. ബിസ്മത്ത് 209 ആണ് ഫൈനൽ സ്റ്റേബിൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് നെപ്റ്റൂണിയം സീരീസ് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യലി കണ്ടുള്ള റേഡിയോ ആക്റ്റീവ് ഡികെ സീരീസ് എന്ന് പറയുന്നത്. ഇതിന്റെ കീ പോയിന്റ്സ് നോക്കാം. ഈച്ച് സീരീസ് എൻഡ്സ് ഇൻ എ സ്റ്റേബിൾ നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ലെഡ് ഓർ ബിസ്മത്ത്. അപ്പോൾ ലെഡ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 എണ്ണം, ഏതൊക്കെ ആദ്യത്തെ 3 എണ്ണം? യുറേനിയവും തോറിയവും അതേപോലെ തന്നെ ആക്ടീനിയവും ലെഡ് തന്നെയാണ് കിട്ടുന്നത്. 6, 8, 7. 206, 208, 207. ഇനി ബിസ്മത്ത് ആണെങ്കിൽ 209 ആണ്. ബിസ്മത്ത് 209 ആണ്. അത് നെപ്റ്റൂണിയം സീരീസിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആണ്.
ഇനി എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ റെഡ്യൂസസ് മാസ് നമ്പർ ബൈ 4 ആൻഡ് അറ്റോമിക് നമ്പർ ബൈ 2. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷനോ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിൻ്റെ എമിഷനോ ആയിരിക്കും. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ മാസ് നമ്പർ 4 ആയിട്ടും, അതായത് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലറിൽ നിന്ന് എമിറ്റ്, അപ്പോൾ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്നത് 2He4 ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ 2 കുറയുകയും മാസ് നമ്പർ 4 കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി എമിഷൻ ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 കൂടുകയും മാസ് നമ്പറിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ അവിടെ തുടരുകയും ചെയ്യും. ഇനി റെഡോൺ ഗ്യാസ് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻ്റർമീഡിയറ്റ് ആണ് യുറേനിയം ആൻഡ് തോറിയം സീരീസ്. അപ്പോൾ തോറിയം സീരീസിൻ്റെയും യുറേനിയം സീരീസിൻ്റെയും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് റെഡോൺ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഐസോട്ടോപ്സിനെയൊക്കെ നോക്കിയേക്കാം. ആദ്യത്തെ യുറേനിയം സീരീസിലാണെങ്കിൽ യുറേനിയം 238 ആകിയും തോറിയമായിട്ട് മാറും 234, അതിനുശേഷം Pa234 ആയിട്ട് മാറും. അഗേൻസ്റ്റ് റെഡോൺ 222 ആവും, പിന്നെ പൊളോണിയം 218 ആവും, പിന്നെ Pb206 ആവും. തോറിയം സീരീസ് ആണെങ്കിൽ തോറിയം 232ൽ നിന്ന് ലെഡ് 208ലേക്കാണ് പോകുന്നത്. അതിനിടയ്ക്കും ഇൻ ബിറ്റ്വീൻ റെഡോൺ ഉണ്ട് 228 ഫോം ചെയ്യുന്നുണ്ട്. സോറി, റെഡോൺ അല്ലത് റേഡിയം ആണ്. റേഡിയം, പിന്നെ ആക്ടീനിയം, പിന്നെ അങ്ങനെ ലെഡ് 208 ആണ് മാറുന്നു. ആക്ടീനിയം സീരീസ് വരുമ്പം യുറാനിയം 235ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തോറിയം ഉണ്ട്, പിന്നെ ഏതാണ്ട് 231 ലെഡ് 207ൽ വന്ന് അവസാനിക്കും. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, അതായത് പേരന്റ് ന്യൂക്ലിയയും അവസാനത്തെ ഡോട്ടർ ന്യൂക്ലിയയും ഒന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഈ എക്സാം ഫോക്കസ് പോയിന്റിൽ എന്തൊക്കെ നടക്കും നോക്കാം. നമ്പർ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾ ഇൻ യുറേനിയം സീരീസ്. യുറേനിയം സീരീസിൽ എത്ര ആൽഫ പാർട്ടിക്കിളും എത്ര ബീറ്റ പാർട്ടിക്കിളും എമിറ്റ് ചെയ്യുന്നു നോക്കിയാൽ 8 ആൽഫ പാർട്ടിക്കിളും 6 ബീറ്റ പാർട്ടിക്കിളും എമിറ്റ് ചെയ്യുന്നുണ്ട്. 8 ആൽഫ 6 ബീറ്റ. നെപ്റ്റ്യൂണിയം സീരീസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആണ്. ലെഡ് എന്ന് പറയുന്നത് Z82 ആണ് ലെഡിൻ്റെ അറ്റോമിക് നമ്പർ. അതാണ് ഫൈനൽ പ്രോഡക്റ്റ് ഇൻ നാച്ചുറൽ സീരീസ്. നാച്ചുറൽ സീരീസ് ആദ്യത്തെ 3 നാച്ചുറൽ സീരീസ് ആണ്. ആ 3 നാച്ചുറൽ സീരീസിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ടർ ന്യൂക്ലിയ എന്ന് പറയുന്നത് ലെഡാണ്. ഓക്കെ, ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി റെഡോൺ ഐസോട്ടോപ്പ് Rn222, Rn220, Rn219 occur in all 3 natural series. 3 നാച്ചുറൽ റേഡിയോ ആക്റ്റീവ് സീരീസിലും റെഡോൺ ഐസോട്ടോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഡിസിൻറ്റഗ്രേഷൻ സീരീസിൽ നിന്നുള്ള ഒരു 10 ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചുറൽ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ്. വേഗം ഉത്തരം പറഞ്ഞേ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേഗം ഏതാണ്? അതെ, നെപ്റ്റ്യൂണിയം സീരീസ് ആണ് ആർട്ടിഫിഷ്യൽ. അത് 3 ബാക്കിയുള്ള 3 നാച്ചുറൽ ഡീകെ ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കി. ദ ഫൈനൽ സ്റ്റേബിൾ എലമെന്റ് ഇൻ യുറേനിയം ഡിസിൻറ്റഗ്രേഷൻ സീരീസ്. ഏറ്റവും അവസാനത്തെ സ്റ്റേബിൾ ഡോട്ടർ ന്യൂക്ലിയ ഏതായിരുന്നു? Pb206 ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ പേരന്റ് ഐസോട്ടോപ്പ് ഇൻ ആക്ടീനിയം സീരീസ്. ഞാൻ പറഞ്ഞു ഇത് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റൻ ആണ്. ആക്ടീനിയം സീരീസിന്റെ പ്രീവിയസ് യുറേനിയം 235 ആണ്. അല്ല, പേരന്റ് ഐസോട്ടോപ്പ് ഓഫ് ആക്ടീനിയം സീരീസ് എന്ന് പറയുന്നത് യുറാനിയം 235 ആണ്. അതുപോലെ തന്നെ ലെഡ് 207 ആണ് അതിന്റെ ഡോട്ടർ ന്യൂക്ലിയ എന്ന് പറയുന്നത്. ഇനി ഇത് തോറിയം ഡിസിൻറ്റഗ്രേഷൻ സീരീസ് എൻസ് വിത്ത്. തോറിയം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിസിൻറ്റഗ്രേഷൻ സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ലെഡ് ആയിരിക്കും. ലെഡിൻ്റെ 209 ആണോ 206 ആണോ എന്നാണ് കൺഫ്യൂഷൻ വരുന്നത്. 208 ആണ് തോറിയം 232 ഡീകേ ചെയ്ത് ഡോട്ടർ ന്യൂക്ലിയെ ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ 3 നാച്ചുറൽ ഡീകേ സീരീസ്. 3 നാച്ചുറൽ ഡീകേ സീരീസിലും പ്രസന്റ് ചെയ്തിട്ടുള്ള എലമെന്റ് ഏതാണ്? റെഡോൺ ആണ്. റെഡോൺ ഐസോട്ടോപ്പ് 222, 220, 219 ഇതാണ് നമുക്ക് യുറേനിയം സീരീസിലും തോറിയം സീരീസിലും ആക്ടീനിയം സീരീസിലും കാണപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ആർട്ടിഫിഷ്യൽ ഡിസിൻറ്റഗ്രേഷൻ സീരീസ്. ഇതിനകത്ത് ഏതാണ് ആർട്ടിഫിഷ്യൽ ഡിസിൻറ്റഗ്രേഷൻ സീരീസ്? നെപ്റ്റ്യൂണിയം ആണ്. The number of alpha and beta emission in the uranium series is uranium 238 to Pb206 വരെ 8 ആൽഫ പാർട്ടിക്കിളും 6 ബീറ്റ പാർട്ടിക്കിളുമാണ് എമിറ്റ് ചെയ്യുന്നത്. സോ ദി ആൻസർ വിൽ ബി 8 ആൽഫ ആൻഡ് 6 ബീറ്റ. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഫൈനലി Pb206 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തത്തുള്ളൂ. വിച്ച് റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ഈസ് ഫോംഡ് ഇൻ ദ യുറേനിയം ഡിസിൻറ്റഗ്രേഷൻ സീരീസ്? റെഡോൺ ഒരു ഗ്യാസ് ആണ്. അതുകൊണ്ട് റെഡോൺ ആണ് ഇവിടെ യുറേനിയം 238 സീരീസിന്റെ ഡിസിൻറ്റഗ്രേഷനിൽ വരുന്നത്. 9ാമത്തെ ചോദ്യം, വിച്ച് among the following is an intermediate product of the uranium series? യുറേനിയം സീരീസിന്റെ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഏതാണ്? പൊളോണിയം 214 ആണ്. ഇന്റർമീഡിയറ്റ് ഓഫ് യുറേനിയം സീരീസ്. യുറേനിയം 238 ഡീകേ സീരീസിന്റെ ഇന്റർമീഡിയറ്റ് പൊളോണിയം 214 ആണ്. 10ാമത്തെ ചോദ്യം, അറ്റോമിക് നമ്പർ ഓഫ്
ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ആക്ടീനിയം സീരീസ്. ആക്ടീനിയം സീരീസിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്താ? ലെഡാണ്. ലെഡിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 82 ആണ് ലെഡിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 82 ആണ്. എഗെയിൻ നമുക്ക് ഒന്നും കൂടി ആ ഡിസിൻറ്റഗ്രേഷൻ സീരീസ് നോക്കാം. യുറേനിയം സീരീസ് യുറേനിയം 238 ആണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. തോറിയം സീരീസ് തോറിയം 232 ആണ്. ആക്ടീനിയം സീരീസ് യുറേനിയം 235 ആണ്. നെപ്റ്റൂണിയം സീരീസ് നെപ്റ്റൂണിയം 237 ആണ്. ഫൈനൽ പ്രോഡക്റ്റ് PB 206 687 എന്നങ്ങ് പഠിച്ചാൽ മതി. 687 206 208 207. ഇനി ബിസ്മത്ത് 209 ആണ് നെപ്റ്റൂണിയം സീരീസിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. നെപ്റ്റൂണിയം സീരീസ് ആണ് ആർട്ടിഫിഷ്യൽ സീരീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്മ്യൂട്ടേഷൻ എന്താണ്. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നൊരു ടേം നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൺവേർട്ടിങ് വൺ എലമെൻറ്റ് ഇൻറ്റു അനദർ. ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആ കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. It involves altering the atomic number and hence the chemical identity of element. അപ്പോൾ നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പറിനെ ഓൾട്ടർ ചെയ്യുന്നതുകൊണ്ട് ആ കെമിക്കൽ ഐഡൻറ്റിറ്റി ഓഫ് ദറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ് മാറും. നമുക്കറിയാമല്ലോ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറാണ് അതിൻ്റെ കെമിക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസ് എവിടെയാണുള്ളത്? ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെട്ടു. അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻ്റായിട്ട് മാറി. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ട്രാൻസ്മ്യൂട്ടേഷൻ ആണുള്ളത്, നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷനും ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷനും. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ആദ്യമായിട്ട് ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. 1919 1919 ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടുപിടിച്ചത്. ഇത് നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. നൈട്രജനെ ഓക്സിജൻ ആക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നൈട്രജനെ ആൽഫ പാർട്ടിക്കിൾ യൂസ് ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റുമായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇവിടെ നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് തരം ട്രാൻസ്മ്യൂട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. അത് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിൽ സ്പോണ്ടേനിയസ്, അതായത് വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ്, എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ യുറേനിയം 238 എന്ന് പറയുന്ന നമ്മുടെ ഈ എലമെൻറ്റ് തോറിയം 234 ആയിട്ട് മാറുന്നു ബൈ ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തുകൊണ്ട്. ഇതാണ് ട്രാൻസ്മ്യൂട്ടിങ് എന്ന് പറയുന്നത്, ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. യുറേനിയം 238 എന്ന് പറയുന്നത് തോറിയം 234 ആയിട്ട് മാറി. അത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ആൽഫ പാർട്ടിക്കിൾ അത് എമിറ്റ് ചെയ്തു. ഇത് നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷനാണ്. എങ്കിൽ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലാബ് ബൈ ബോംബാർഡിങ് ആറ്റംസ് വിത്ത് ഹൈ എനർജി പാർട്ടിക്കിൾസ്. ഹൈ എനർജി പാർട്ടിക്കിൾസ് കൊണ്ട് കൂട്ടിയിടിപ്പിച്ച്, ഇപ്പോൾ ഇവിടെ നോക്കിക്ക്, നൈട്രജനെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് കൂട്ടിയിടിപ്പിച്ച് അത് ഓക്സിജൻ ആക്കി മാറ്റുകയാണ് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഇവിടെ നൈട്രജൻ ടു ഓക്സിജൻ വിയ ആൽഫ ബോംബാർഡ്മെൻറ്റ് വഴി ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിച്ചു. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ? നമുക്ക് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും പാർട്ടിക്കിൾ ഫിസിക്സിലും ഒക്കെ ഈ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂസ്ഡ് ഇൻ റേഡിയോ ഐസോട്ടോപ്പ് പ്രൊഡക്ഷൻ, റേഡിയോ ഐസോട്ടോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലമെൻറ്റ് സിന്തസിസിനൊക്കെ ട്രാൻസ്മ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഹെൽപ്പ് ക്രിയേറ്റ് എലമെൻറ്റ്സ് ബിയോണ്ട് യുറേനിയം. നമുക്കറിയാം യുറേനിയം അറ്റോമിക് നമ്പർ 92 അവിടെ വരെയാണ് നമ്മുടെ നാച്ചുറലി ഒക്കറിങ്. ബാക്കി ട്രാൻസ്യൂറാനിക് എലമെൻറ്റ്സ് ആണ്, അവയെല്ലാം തന്നെ ട്രാൻസ്മ്യൂട്ടേറ്റഡ് ആണ്. നമുക്ക് ഈ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ വരുന്ന ടേംസ് ഇതൊക്കെയാണ്. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബാർഡിങ് പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ. ടാർഗറ്റ് ന്യൂക്ലിയസ്, ഏതാണോ ന്യൂക്ലിയസ് ടാർഗറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ്. പ്രോഡക്റ്റ് ന്യൂക്ലിയസ്, അപ്പോൾ പ്രൊജക്ടൈൽ വന്ന് ബൊമ്പാർഡ് ചെയ്യുന്ന ന്യൂക്ലിയസിനെയാണ് നമ്മൾ ടാർഗറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പുതിയ ഫോം ചെയ്യുന്ന ന്യൂക്ലിയസിനെയാണ് പ്രോഡക്റ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇജക്റ്റഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇജക്റ്റഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്? ഇജക്റ്റഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്മ്യൂട്ടേഷനും റേഡിയോ ആക്റ്റീവ് ഡിക്കേയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡും നാച്ചുറലും ആവാം. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ട്രാൻസ്മ്യൂട്ടേഷനും ആകാം, അല്ലെങ്കിൽ നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷനും ആവാം. റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിരിക്കും സംഗതി. ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ പാർട്ടിക്കിളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ട്രാൻസ്മ്യൂട്ടേഷൻ നടക്കുന്നത്. എന്നാൽ നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ അല്ല, ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ആണ് നമ്മൾ കൂടുതലും നടക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ പാർട്ടിക്കിൾ വേണം എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. ചേഞ്ച് ഇൻ അറ്റോമിക് നമ്പർ രണ്ട് കേസിലും ചേഞ്ച് ഇൻ അറ്റോമിക് നമ്പർ ഉണ്ടാവും. കോമൺ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ട്രാൻസ്മ്യൂട്ടേഷൻ,
നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡി. ഇനി നമുക്ക് ട്രാൻസ്മ്യൂട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്മ്യൂട്ടേഷൻ? ട്രാൻസ്മ്യൂട്ടേഷൻ എക്സാമ്പിൾ ഏതാണ്? ബോയിലിംഗ് ഓഫ് വാട്ടർ, ബീറ്റ ഡീകേ, ഓക്സിഡേഷൻ ഓഫ് അയൺ, ഇവാപ്പറേഷൻ. അതെ, ബീറ്റ ഡീകേ ആണ്. ബീറ്റ ഡീകേ ചേഞ്ചസ് ദ ആറ്റോമിക് നമ്പർ ആൻഡ് ഹെൻസ് ദി ട്രാൻസ്ഫോം വൺ എലമെന്റ് ടു അനദർ. അപ്പോൾ ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രാൻസ്മ്യൂട്ടേഷൻ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ എലമെന്റ് ഇൻ ടു അനദർ ഈസ് കോൾഡ് ഫിഷൻ, ഫ്യൂഷൻ, ട്രാൻസ്മ്യൂട്ടേഷൻ, ഡിസിൻറ്റഗ്രേഷൻ. അവിടെ ട്രാൻസ്മ്യൂട്ടേഷൻ ആണ്. ഇനി ഹൂ പെർഫോം ദി ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ? ആദ്യമായിട്ട് ആരാണ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയത്? ഏണസ്റ്റ് റൂദർഫോർഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നാലാമത്തെ ചോദ്യം. ഇൻ റൂദർഫോർഡ്സ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ നൈട്രജൻ വാസ് കൺവേർട്ടഡ് ഇൻ ടു. നൈട്രജൻ എന്തായാണ് മാറിയത്? ഓക്സിജൻ ആയിട്ടാണ് മാറിയത്. Rutherford bombarded nitrogen with alpha particles to produce. അഞ്ചാമത്തെ ചോദ്യം. Transmutation involves a change in option A number of electrons, option B atomic number, option C mass number, option D electron configuration. അപ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പറിലുള്ള ചേഞ്ച് ആണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഈസ് യൂസ്ഡ് ടു. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ക്രിയേറ്റ് ഹെവിയർ ഐസോട്ടോപ്സ്, ഓപ്ഷൻ ബി പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, ഓപ്ഷൻ സി സിന്തസൈസ് ന്യൂ എലമെന്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. കറക്റ്റ് ആൻസർ സിന്തസൈസ് ന്യൂ എലമെന്റ്സ് ആണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ? ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ആവശ്യമില്ലാത്ത ഏതാണ്? ഓപ്ഷൻ എ ടാർഗറ്റ് ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി പ്രൊജക്ടൈൽ പാർട്ടിക്കിൾ, ഓപ്ഷൻ സി കാറ്റലിസ്റ്റ്, ഓപ്ഷൻ ഡി എ ന്യൂക്ലിയർ റിയാക്ഷൻ. കറക്റ്റ് ആൻസർ എ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഹോപ്പ് യു നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കുറേ അധികം കണ്ടൻസ് ഉണ്ട് ഇതിനകത്ത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ചെയ്ത് നമുക്ക് ഈ ഒരു റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, നന്നായി തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. കാണുമ്പോഴേക്കും ബൈ.